അപകർഷതാ ബോധം പോലെ തന്നെ അപകടം പിടിച്ചതാണ് അതിര് കടന്ന് സ്വയം പര്യാപ്തതാ ബോധം കുട്ടികളിൽ ഉണ്ടാകുന്നത്. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒറ്റ കുട്ടി മാത്രമോ ഉള്ള വീടുകളിൽ ഉള്ള ഒരു കുട്ടികൾ നേരിടുന്ന, മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഇത്. അത് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിച്ച് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് 3-4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അവരോടുള്ള അതിരുകടന്ന സ്നേഹം കൊണ്ട് നമ്മുടെ ചിറകിനടിയിൽ ഒളിപ്പിച്ച്, കാരണം അത് മാതാപിതാക്കളുടെ കുറ്റമല്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പട്ടിശല്യം, അതല്ലാന്നെങ്കിൽ ബാട്ടച്ച്, അങ്ങനെ നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് 1-2 സംഭവങ്ങളാണ് എങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. പക്ഷെ അതിനൊപ്പം തന്നെ അവരെ അതിര് കടന്ന് സൂക്ഷിക്കുക. അതിര് കടന്ന്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, കൂടുതൽ സുരക്ഷിതത്വം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചിറകിനടിയിലേക്ക് കുഞ്ഞുങ്ങൾ വളർന്ന് ഒതുങ്ങിപ്പോകരുത്. അവരെ ചിറക് വിടർത്തി പറത്താനും സ്വയം പര്യാപ്തരാവാനും നമ്മൾ അനുവദിച്ചു കൊടുക്കണം നമ്മുടെ പേരൻറ്റിങ് കൺട്രോളിലൂടെ. പക്ഷേ ഈ സ്വയം പര്യാപ്തത അത് കൂടുതലാവുന്നതാണ് കുഴപ്പം. അപ്പോൾ അവർ പറയുന്ന വാശികൾ, ചില നിർബന്ധങ്ങൾ, ചില നിബന്ധനകൾ, നമ്മുടെ കുഞ്ഞ് വിഷമിക്കുമല്ലോ, നമ്മൾ പറയുന്ന കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാം സാധിച്ചു കൊടുക്കും. അത് സ്വയം പര്യാപ്തതാ ബോധം കൂടുതലാകാൻ, അതിര് കടക്കാനാണ് സാധ്യതയുണ്ടാവുന്നത്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. ഇത് കുട്ടികളെ മിടുക്കാൻ നമ്മളായിട്ട് കുട്ടികളിൽ ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കരുത്. നമ്മളായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്വയം പര്യാപ്തത അതിര് കടക്കുകയും ചെയ്യരുത്. ഒരു ബാലൻസിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് വില കൊടുക്കുക, അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക, പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഭയം അവരിൽ വളരരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടെ നിൽക്കുന്നു ഒരു തോന്നൽ, നമ്മൾ നല്ല കൂട്ടുകാരായി തന്നെ, എന്നാൽ പേരൻസ് ആണെന്നുള്ള ബഹുമാനം, തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്ത് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ 1 മണിക്കൂർ നേരം അവരുടെ ശരീരം ശുദ്ധിയാക്കിയ ശേഷം അവർക്ക് ഫുഡും കൊടുത്ത ശേഷം അവർ ഹോംവർക്ക് ചെയ്യാൻ നമ്മൾ കൂടെ ഇരുന്ന് സാധിക്കുമെങ്കിൽ അവർ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ നേരം സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ചേർന്ന് ഇരുന്ന് അവരുമായിട്ട് പങ്കിട്ട ശേഷം മാത്രമേ ആ ഒരു ദിവസം അവരെ ഉറങ്ങാൻ പാടുള്ളൂ. അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ചെറിയ കാര്യങ്ങളാകാം, ഒരു പെൻസിൽ കണ്ടില്ലെന്നോ ഒരു റബ്ബർ കണ്ടില്ലെന്നോ അല്ലെങ്കിൽ ഒന്ന് നുള്ളിയെന്നോ പിച്ചിയെന്നോ ഉള്ള കാര്യങ്ങളാകാം. പക്ഷെ നമ്മുടെ ശ്രദ്ധ വേണം, അതിര് കടക്കരുത്. എന്നാൽ ഒട്ടും അവരെ ചിറകിന് അടിയിലേക്ക് ഒളിപ്പിക്കുകയും ചെയ്യരുത്. അവരെ സ്വയം പര്യാപ്തരാക്കുക. ഒരു ബാലൻസിൽ കറക്റ്റായ വഴിയിൽ.